ചെറുപയർ കൊണ്ട് നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ വേണ്ടി പറ്റുന്ന വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കിയിട്ട് വരാം. അതിനായിട്ട് 1 കപ്പ് ചെറുപയറാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇത് ആദ്യം നല്ലപോലെ തന്നെ ഒന്ന് കുതിർത്തെടുക്കാനാണ് പോകുന്നത്. 8 മണിക്കൂർ നേരത്തേക്കൊന്ന് കുതിർത്തെടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ രാത്രി മുഴുവനായിട്ടും കുതിർത്തെടുക്കാൻ വേണ്ടി വെക്കാം. ഞാനിപ്പോൾ ഇവിടെ രാത്രി മുഴുവൻ സോക്ക് ചെയ്യാൻ വേണ്ടി വെച്ചിരിക്കുന്നതാണ്. ചെറുപയറിലെ വെള്ളമൊക്കെ നല്ലപോലെ മാറ്റിയതിന് ശേഷം ഞാനിവിടെ ചോപ്പറിലേക്കാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ ഒരു മീഡിയം വലുപ്പത്തിലുള്ള സവാള ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. ഒരുപാട് ഫൈനായിട്ടൊന്നും കട്ട് ചെയ്യേണ്ട, ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്താൽ മതി. നമ്മളിത് ചോപ്പ് ചെയ്തെടുക്കാനാണ് പോകുന്നത്. ഇതിലേക്ക് എരിവിനായിട്ട് ഞാനിവിടെ പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. 5 എണ്ണമാണ് എടുത്തിരിക്കുന്നത്. ചെറുതായതുകൊണ്ടാണ് 5 എണ്ണം എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ എരിവിന് പാകത്തിന് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. 1 ഇഞ്ച് വലുപ്പത്തിലുള്ള ഇഞ്ചി കഷ്ണം ചെറുതായിട്ട് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും ഒരു പിടി മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഏകദേശം 1.5 ടീസ്പൂണോളം ഉപ്പ് ആവശ്യമായിട്ട് വരും. നോക്കിയിട്ട് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ തരിതരിപ്പായിട്ട് വേണം അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ചോപ്പറിലാണെങ്കിൽ നമുക്ക് ഇതുപോലെ അരച്ചെടുക്കാൻ ഈസിയാണ്. നിങ്ങൾ മിക്സറിൻ്റെ ജാറിലാണ് ചെയ്തെടുക്കുന്നുണ്ടെങ്കിൽ പൾസ് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടി മറക്കരുത്. ഒരുപാട് അരഞ്ഞു പോകരുത്. അതുപോലെ വെള്ളം ചേർക്കേണ്ട ആവശ്യവും വരില്ല. ഇതിലേക്ക് നല്ലൊരു ബൈൻഡിങ്ങിനായിട്ട് 1 ടേബിൾ സ്പൂൺ കടലപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഇത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അരക്കുമ്പോൾ തരിതരിപ്പായിട്ട് തന്നെ അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കരുത്. ഇതുപോലെ ഉരുട്ടിയെടുക്കാൻ പാകത്തിന് റെഡിയാക്കിയാൽ മതി. അഥവാ വെള്ളപ്പറ്റ് കൂടുതലായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ കടലപ്പൊടി ഇട്ട് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇതുപോലെ നമ്മൾ സാധാരണ വടയുടെ ഷേപ്പിലേക്ക് ആക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ നമുക്ക് ഈസി ആയിട്ട് ആക്കിയെടുക്കാൻ വേണ്ടി പറ്റും. ഇനി ഇതെങ്ങനെയാണ് ഫ്രൈ ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. ഫ്രൈ ചെയ്യാനായിട്ട് ഞാനിവിടെ എണ്ണ ചൂടാക്കാൻ വേണ്ടി വെച്ചിരുന്നു. എണ്ണ നല്ലപോലെ ചൂടായി വന്നതിന് ശേഷം ഇത് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. നമ്മൾ സാധാരണ വട ചെയ്തെടുക്കുന്നത് പോലെ തന്നെയാണ് ബാക്കിയുള്ള പ്രോസസ്സെല്ലാം. അപ്പോൾ ഇതാ ഓരോന്നായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ പിന്നെ മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഒരു ഭാഗം നന്നായിട്ട് ഫ്രൈ ആയിട്ട് വരുന്നത് വരെ അനക്കാതെ വയ്ക്കുക. അതിന് ശേഷം മാത്രം മറിച്ചിട്ട് കൊടുത്താൽ മതി. ആദ്യമേ മറിച്ചിടാൻ വേണ്ടി പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ പൊട്ടാനുള്ള സാധ്യതയുണ്ട്. ഇതുപോലെ 2 ഭാഗവും നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെയാണ് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്താൽ മതി. ഒരുപാട് ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ കളറ് പെട്ടെന്ന് മാറും, ഉള്ളോളം വെന്ത് വരില്ല. ഇതിപ്പോൾ പാകത്തിന് റെഡി ആയിട്ടുണ്ട്. എണ്ണയിൽ നിന്നും കോരി മാറ്റാം. ഇതേപോലെ തന്നെ ബാക്കിയുള്ളതൊക്കെ റെഡിയാക്കി എടുക്കാം. ചെറുപയർ വെച്ച് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ലൊരു വടയുടെ റെസിപ്പിയാണ് ഇന്ന് കാണിച്ചു തന്നിരിക്കുന്നത്. ഇത് സാധാരണ വട പോലെയല്ല, നല്ല രുചിയാണ്. ചെറുപയർ കൊണ്ട് ഇതുവരെ നിങ്ങൾ വട ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കും. പുറമേ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും, ഉള്ളിലൊരൽപ്പം സോഫ്റ്റ് ആയിട്ടാണ് ഉണ്ടാകുക. ഞാനിപ്പോൾ ഇവിടെ പൊട്ടിച്ചും കൂടെ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്കാണ്. ട്രൈ ചെയ്ത് ഫീഡ്ബാക്സ് ഒക്കെ പറയാൻ മറക്കരുത്. വീണ്ടും ഒരു നല്ല റെസിപ്പിയുമായി കാണാം.